എല്ലാം പഠിച്ചു മനസ്സിലാക്കി ഖുർആനിന്റെ 6236 വചനാമൃതങ്ങളിലൂടെ അതിന്റെ ആഴങ്ങളിലേക്ക്, അർത്ഥതലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്ത് കിട്ടാവുന്ന മുഴുവൻ തഫ്സീറുകളും വായിച്ചു തീർത്ത് ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകളെ കുറിച്ച് അത് കൃത്യമായി മനഃപ്പാഠമാക്കി അതിന്റെ തഫ്സീറുകളെല്ലാം വായിച്ചു തീർത്ത് താരീഖിന്റെ, ചരിത്രത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേർന്ന് അങ്ങനെ പഠനം നടത്തിയവർക്ക് മാത്രമേ ഈ ദഅവത്ത് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ മൗഢ്യമായ ധാരണയുണ്ടെങ്കിൽ ആ ധാരണയെ മാറ്റിവെച്ചുകൊണ്ട് എനിക്കറിയുന്നത് ക്ലിയറാണ് എന്ന് ഉറപ്പു വന്നാൽ, ഒരായത്താണ് എനിക്കറിയുന്നതെങ്കിൽ, ഒരൊറ്റ വചനമാണ് എനിക്ക് കൃത്യമായി മനസ്സിലായതെങ്കിൽ, അത് മനസ്സിലാകാത്ത ഭാര്യയോട് സംസാരിക്കുന്നത് ദഅവത്താണ്. അത് മനസ്സിലാവാത്ത ഉമ്മയോടും വാപ്പയോടും സംസാരിക്കുന്നത് ദഅവത്തിന്റെ മേഖലയാണ്. തന്റെ പിഞ്ചോമന മക്കളോട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കൽ ദഅവത്താണ്. അയൽപക്കത്ത് 10, 20, 30, 40 കൊല്ലമായി ഒരേ നാട്ടിൽ, ഒരേ ഗ്രാമത്തിൽ, ഒരേ പഞ്ചായത്തിൽ, ഒരേ വാർഡിൽ താമസിക്കുന്ന നമ്മൾ പരസ്പരം പലതും സംസാരിച്ചിട്ട് വരാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ ആറടി മണ്ണിനെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ നീതിപൂർവമായ റബ്ബിന്റെ കോടതിയെക്കുറിച്ചോ ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത ലോകത്തിന്റെ രക്ഷിതാവായ അണ്ടകടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയെക്കുറിച്ചോ അയൽപ്പക്കത്ത് 4 പതിറ്റാണ്ട് കാലം ജീവിച്ചിട്ടും മിണ്ടാതിരുന്ന നമ്മൾ, അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോകരക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ, കിടുകിട വിറക്കുന്ന കോടതിയിൽ, ചുണ്ടുകൾക്ക് സീല് വെക്കുന്ന കോടതിയിൽ, കാലുകൾ സാക്ഷി പറയുന്ന കോടതിയിൽ, തൊലികൾ സംസാരിക്കുന്ന കോടതിയിൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം നമുക്കെതിരെ സാക്ഷി പറഞ്ഞു പോകുമോ എന്ന ഭയപ്പാട് എന്നെയും നിങ്ങളെയും പിടികൂടണമെന്നതാണ് ഞാൻ ഈ കുറിച്ച് ആമുഖത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കും തല്ലിക്കെടുത്താൻ കഴിയില്ല. ഇത് റബ്ബിന്റെ ദീനാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് റബ്ബിന്റെ മതമാണ്. ഇതിന്റെ സുരക്ഷിതത്വം അവൻ ഏർപ്പാട് ചെയ്തതാണ്. ഈ പ്രമാണം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന, തിരുസുന്നത്ത് എന്ന് പറയുന്നതിന്റെ പ്രമാണം, അതിന്റെ സുരക്ഷിതത്വവും അതിന്റെ സംരക്ഷണവും അള്ളാഹു ഏറ്റെടുത്തതാണ്. കൈയും കെട്ടി നമ്മൾ ഇരിക്കണമെന്നതല്ല. നാം എടുക്കേണ്ട ജോലി ചെയ്യണം, നാം പഠിക്കേണ്ടത് പഠിക്കണം, നാം നിർവഹിക്കേണ്ട കടപ്പാടുകൾ നിർവഹിക്കണം, നാം ചെയ്തു തീർക്കേണ്ട ദഅവത്ത് ഞാനും നിങ്ങളും ചെയ്തു തീർക്കണം. ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഉപ്പളയുടെ, കൈക്കമ്പയുടെ, കാസർഗോഡിന്റെ ഉൾഗ്രാമങ്ങളിൽ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കേട്ടിട്ടില്ല എന്ന് നമ്മളെ കുറിച്ച് നാളെ പരാതി പറയരുത്. നാം നമ്മുടെ ദഅവത്തിന്റെ ഉജ്ജ്വലമായ മുഖം നിർവഹിച്ചവരായി മാറണം. ദഅവത്തിന്റെ പ്രോജ്വലമായ മുഖം മനുഷ്യർക്ക് മുമ്പിൽ തുറന്നു വെച്ചവരാകണം. സുതാര്യമായ മതത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാകണം. സമാധാനത്തോടുകൂടി നമുക്ക് ലോകത്തുനിന്ന് വിട പറയാൻ കഴിയണം. റബ്ബേ, ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് നാഥാ എന്ന നിലക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം.